വിബ്ജിയോർ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള ഘടകത്തിന്റെ 20ാമത് സംസ്ഥാന കലോത്സവത്തിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം. വാശിയേറിയ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് ഇന്നിവിടെ എലൈറ്റ് ഹോട്ടൽ ഇന്റർനാഷണലാണ്. IMAയുടെ 20ാമത് സംസ്ഥാന കലോത്സവം വാശിയോടുകൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്നോടൊപ്പം ഡോക്ടർ സന്ദീപ് KF ഫ്രം ട്രിവാൻഡ്രം ജോയിൻ ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം ഒരു മത്സരം കഴിഞ്ഞതിന്റെ ആവേശത്തിലും ക്ഷീണത്തിലാണ്, റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഡോക്ടർ സന്ദീപിന് സ്വാഗതം ഹെലോ റേഡിയോയിലേക്ക്. അപ്പൊ ഇതൊരു മത്സരമായതുകൊണ്ടും ഒരു ഡോക്ടർ ആയതുകൊണ്ടും, ഡോക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡെസിഗ്നേഷൻ ജോലിയുടെ ഭാഗമായിട്ട് വരുമ്പോഴും ഈ മത്സരത്തെ താങ്കൾ എങ്ങനെയാണ് കണ്ടത്? നമ്മുടെ ഹെക്ടിക് ലൈഫിൽ നിന്ന് ഒരു ഡിഫറൻറ്റ് ചേഞ്ച് ഉണ്ട് അല്ലേ? അതെ. അപ്പോൾ ഒരു മത്സരത്തിനെക്കാട്ടും നമുക്കൊരു 2 days ഒരു വിബ്ജിയോർ ഓണമില്ലേ, ഓണത്തോടനുബന്ധിച്ചുള്ള നമ്മുടെ ഒരു ആഘോഷം തന്നെയാണ്. ചിലപ്പോ തിരുവോണ ദിവസം നമ്മുടെ ഡ്യൂട്ടിയിലായി പോകാം. അപ്പൊ ഇത് ഇന്നത്തെ ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്യണം. മത്സരം എങ്ങനെയുണ്ടായിരുന്നു? വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റും? കോമ്പറ്റീഷൻ ആയിരുന്നു. ഒരു നമ്മുടെ സ്റ്റേറ്റ് കലോത്സവം ഒക്കെ പോലെ തന്നെയാണ്. ഡോക്ടേഴ്സിൽ ഇത്രയും പാട്ടുകാരുണ്ടാവുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല. പഠിക്കുന്ന കാലത്തെ പാട്ടുകാരനായിരുന്നു. പാട്ട് പാടുമായിരുന്നു. ശാസ്ത്രീയമായിട്ട് പഠിച്ചോ? ഞാൻ 3rd standard to 10th standard പഠിച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റഡീസ് ഒക്കെ ആയിട്ട് അങ്ങനെ അത് നിർത്തേണ്ടി വന്നു. അതെ അല്ലേ. ആക്ച്വലി ഡോക്ടേഴ്സിനൊന്നും ഇങ്ങനെയുള്ള കഴിവുകളുണ്ട്, ഇവരൊക്കെ പാടോ എന്നുള്ളതൊക്കെയാണ്. അതായത് ഒരു നോർമൽ പേഴ്സന്റെ മാതിരി ബിഹേവ് ചെയ്താലും ഞങ്ങളുടെ ആ ഒരു പവർ പോകുമോ, അല്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കുന്നതൊക്കെയാണ് ആളുകൾക്ക്. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ നല്ല കലാകാരന്മാരുണ്ട് എന്നുള്ളത് നമ്മള് ഇവിടെയുള്ള ഇങ്ങനെയുള്ള കലോത്സവങ്ങൾ വരുമ്പോഴാണ്. അപ്പൊ തൃശ്ശൂർ ആതിഥേയത്വം വഹിക്കുന്നത് കൊണ്ട് തന്നെ ഹെലോ റേഡിയോക്ക് അത് നേരിട്ട് കാണാൻ അനുഭവിക്കാനും പറ്റി. ഇനി മത്സരത്തിന്റെ ആവേശത്തില് പ്രതീക്ഷ എത്രത്തോളം ഉണ്ട്? ഒരു മത്സരമായതുകൊണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു. നമുക്ക് ചെയ്യാവുന്നതിന്റെ ഒരു മാക്സിമം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു പാട്ടുകാരൻ ഡോക്ടർ ആവുമ്പോ നമുക്കൊരു പ്രതീക്ഷയുണ്ട്, രണ്ടുപേരും പാട്ട് കേൾക്കണം അല്ലേ? ഡോക്ടർക്ക് എങ്ങനെയാണ് ലൈറ്റ് മ്യൂസിക്കും ഫിലിം സോങ്ങിലും മത്സരിച്ചിട്ടുണ്ട് അല്ലെ? ഏതാണ് കൂടുതൽ ഇഷ്ടം? ഫിലിം സോങ് ആണ് ഇഷ്ടം. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടാമോ? ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ വാക്കിളിമകളെ തേൻ കുളിർമൊഴിയെ അറിയൊരിയൂഞ്ഞാലതിലിരുന്നാടു കനകലിപികളിൽ എഴുതിയ കവിതനഴകെഴു. ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ വാക്കിളിമകളെ തേൻ കുളിർമൊഴിയെ അറിയൊരിയൂഞ്ഞാലതിലിരുന്നാടു കനകലിപികളിൽ എഴുതിയ കവിതനഴകെഴു. ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ. നമ്മൾ കേൾക്കുന്ന ഒരു പ്ലേബാക്ക് സിംഗർ എന്തെങ്കിലും പാടുന്ന പോലെ തോന്നുന്നത്. എത്രയോ അറിയപ്പെടാത്ത കലാകാരന്മാരാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡോക്ടേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഇത്രയും നന്നായിട്ട് പാടുന്ന ആളുകൾ എന്നൊക്കെ പറയുന്നത് പൊതുജനത്തിന് ഇതൊരു വലിയ കൗതുകമാണ് കേട്ടോ. എങ്ങനെ ഇപ്പൊ ഈ ഒരു വേദി കൂടാതെ താങ്കളുടേതായിട്ടുള്ള സോഷ്യൽ ഇടങ്ങളുണ്ടോ? അവിടങ്ങളിലൊക്കെ ഇങ്ങനെ പാടാറുണ്ടോ? എങ്ങനെയാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ചാൻസ് ഉണ്ടോ? ചെയ്യാനൊക്കെ പറ്റാറുണ്ടോ? ഞാൻ പൾമനോളജിസ്റ്റ് ആണ്. അപ്പൊ അതിന്റെ കമ്മ്യൂണിറ്റിയിൽ പ്രോഗ്രാംസിനൊക്കെ പാടും. നമ്മുടെ വരുന്ന സമയമായിട്ട്. ഓക്കെ. അപ്പൊ എന്തായാലും ഉള്ളിലെ കലാകാരൻ ഇനിയും വളരട്ടെ. ഒപ്പം എനിക്ക് വലിയൊരു പ്രതീക്ഷയാണ്, ഈ ഡോക്ടറോടൊപ്പം ആയിരിക്കാം മറ്റൊരു വിന്നർ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പങ്കിടാനുള്ള സാധ്യത അത്രത്തോളം നന്നായിട്ട് പാടി. ഇനിയിപ്പോ ഓണാണ് വരണതല്ലോ, അപ്പൊ ഒരു നല്ല പാട്ടുകാരൻ ഡോക്ടർക്ക് ഒരു ഓണപ്പാട്ട് ഒരു 4 വരി പാടാൻ പറ്റുമോ? തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കിളിയേ മാവേലി തമ്പ്രാന്റെ വരവായാൽ ചൊല്ല്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്.
പോലീസുകാരുടെ ബാൻഡൊക്കെയാണ് നമ്മളിങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് കണ്ടിട്ടുള്ളത്. ഇനി ഡോക്ടേഴ്സിന്റെ ഇതുപോലുള്ള ബാൻഡുകളും ടീമുകളും മ്യൂസിക് ടീമും ഒക്കെ നമുക്ക് ഇനിയും ഉണ്ടാകണം. എന്തായാലും IMAയുടെ വലിയൊരു സപ്പോർട്ട് നിങ്ങൾക്ക് അതൊരു വലിയ കരുതൽ തന്നെയാണ് അല്ലെ? തീർച്ചയായും മുതിർന്ന ഡോക്ടേഴ്സ് ആണെങ്കിലും നമ്മുടെ ആ ഒരു സംഘടനയാണെങ്കിലും തരുന്നൊരു സപ്പോർട്ട്. അപ്പോ ഈ IMAയുടെ 20ാമത് സംസ്ഥാന കലോത്സവത്തിന് തൃശ്ശൂരിലെത്തിയ ഡോക്ടർ സന്ദീപ് KF അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കുകയും ഒപ്പം വിജയത്തിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന ആളാണ്. വിന്നറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. കഴിവുകൾ ഇനിയും വളർത്തുക, റിലാക്സ് ചെയ്ത് ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ എല്ലാവർക്കും. അപ്പൊ അത് സന്തോഷമായിട്ട് പോകട്ടെ. എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു സർ.